قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖുതുബകളിലും നാം കേൾക്കാറുള്ള കാര്യമാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ തഖ്വ ഉള്ളവരാകുക. എവിധമാണോ തഖ്വ കാണിക്കേണ്ടത് അത് പ്രകാരം നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. ഇത് സൂറ ആല ഇംറാനിലെ 102-ാമത്തെ ആയത്താണ്. ഖുതുബ നിയമപരമായിട്ട് ശരിയാവണമെങ്കിൽ തന്നെ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് വേണം. എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയും നിർബന്ധമായും ആഴ്ചയിൽ 2 തവണ മിനിമം നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്ന് കേൾക്കേണ്ടവരാണ്, പറയേണ്ടവരാണ്. അതിനെക്കുറിച്ച് ഓർമ്മിക്കേണ്ടവരാണ്, ഓർമ്മിപ്പിക്കേണ്ടവരാണ്. 102-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം 103-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പാശം എന്ന് പറഞ്ഞാൽ കയർ, ഹബിൽ, അതിന്റെ ഒരറ്റം ഉള്ളത് അല്ലാഹുവിന്റെ അടുത്താണ്, മറ്റേ അറ്റം നിങ്ങൾ മുറുകെ പിടിക്കുക. ജമീഅൻ ഒറ്റക്കെട്ടായിക്കൊണ്ട്, സംഘടിതമായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിൽ ജമാഅ. നിങ്ങൾ അൽ ജമാഅത്തായിക്കൊണ്ട് വേണം മുറുകെ പിടിക്കാൻ. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. ആ ആയത്തിന് ശേഷം പിന്നെ അല്ലാഹു അതിൽ തുടർന്ന് പറയുന്നത് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിക്കാനൊക്കെയാണ്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു നിന്നപ്പോൾ അല്ലാഹു നിങ്ങളുടെ മനസ്സിനെ ഒന്നിപ്പിച്ചു, ശക്തിപ്പെടുത്തി, നിങ്ങളെ സഹോദരന്മാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു 104-ാമത്തെ ആയത്തിൽ പറയുന്നത് വൽതകുൻ മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത് ഉണ്ടാകണം. വൽതകുൻ മിൻകും എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് എന്ന് അർത്ഥം വെച്ചതിലുണ്ട്, നിങ്ങളാൽ ഒരു ഉമ്മത്തുണ്ടാകണം എന്ന അർത്ഥം വെച്ചതിലുണ്ട്. ഇത് രണ്ടും തന്നെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല.
പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ആയത്തുകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ തന്നെ ഒരു ഉമ്മത്തായി തീരണം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരസ്പര ബന്ധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. ഖൗം എന്ന് പറഞ്ഞാല് ഒരു കാലത്ത് ജീവിക്കുന്ന എല്ലാ സമൂഹവും ഒരു ഖൗമാണ്. എല്ലാ നബിമാരും അവരുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും യാ ഖൗമി എന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്റെ സമൂഹമേ. അതിൽ വിശ്വാസികളും അല്ലാത്തവരും എല്ലാവരും ഉണ്ടാവും. എല്ലാവരെയുമാണ് ഖൗം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത ഒരു ഖൗം അല്ല, പരസ്പര ബന്ധമുള്ള പ്രത്യേകമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹം ആയിത്തീരണം നിങ്ങൾ. യദഊന ഇലൽ ഖൈർ. ഇനി ഡ്യൂട്ടി പറയുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു ഉമ്മത്തായിത്തീരുന്നതെന്നല്ലേ? യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലരും പലതിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പലതിന്റെയും വക്താക്കളാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഒരു ഉമ്മത്തായി തീരുക. എന്നിട്ട് ആ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നന്മയിലേക്ക് വിളിക്കുക എന്നതാണ്. അങ്ങനെ നന്മയിലേക്ക് വിളിക്കുക എന്നത് മാത്രമല്ല, വയഅ്മുറൂന ബിൽ മഅറൂഫ്. മഅറൂഫ് നന്മ കൽപ്പിക്കുക. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തടയുക. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരക്കാർക്കാണ് വിജയമുള്ളത്. ആരാണ് വിജയിച്ചവർ എന്ന് ചോദിച്ചാൽ ഈ പണിയെടുത്ത ആൾക്കാരാണ് വിജയിച്ചവർ. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്നതിന്റെ വിശദീകരണമാണ്. അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടത്? പൈശാചികതയുടെയും ഭൗതികതയുടെയും ഒക്കെയായ നിലയില്ലാത്ത ഒരു കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്വയമേ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് വീണ്ടും താണുപോകും. അപ്പോൾ മേലെ നിന്നുള്ള ഒരു കയർ നിങ്ങൾക്ക് ഇട്ടുതരിക എന്നത് മാത്രമാണ് രക്ഷപ്പെടുത്താനുള്ള വഴി. അങ്ങനെ അള്ളാഹു ഇട്ടുതരുന്ന കയറാണ് ഹബ്ലുല്ലാഹ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ കയറിനെ മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടിയാൽ, തർക്കിച്ചു നിന്നാൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചു പോയാൽ ആ കയറിനെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാനാവില്ല. അതുകൊണ്ട് ജമീഅൻ, നിങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, ഭിന്നിക്കരുത്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളൊരു നല്ല സമൂഹമായി തീർന്നുകൊണ്ടാണ്. നിങ്ങളുടെ ചുമതല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ്. ഇനി വലാ തഫറഖൂ എന്നതിന്റെ ഒരു വിശദീകരണമാണ് അടുത്ത ആയത്തിൽ. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുകൾ, പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമുണ്ട്. അത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള പ്രമാണം. ആ വ്യക്തമായിട്ടുള്ള വിവരം വന്നു കഴിഞ്ഞതിന് ശേഷവും പരസ്പരം ഭിന്നിക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആവരുത്.
വൗലായിക ലഹും അദാബുൻ അദീം. അങ്ങനെയുള്ള ആളുകൾക്ക് അദാബ് മാത്രമല്ല അദീമായ അദാബ് എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ അത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കുകയാണ്, തഖ്വയുള്ളവരാകണം, തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, എങ്ങനെയാണ് തഖ്വയുള്ളവരാവുക എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി വിശദീകരിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, അവന്റെ കയറിനെ മുറുകെ പിടിക്കണം എന്നുള്ളവര് അവരെന്തായി മാറണം? ഒരു ഉമ്മത്തായി മാറണം. നമ്മളൊരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ചെന്നാല് നാം ഇരിക്കുന്ന ടേബിളിന് മുമ്പിൽ അതേ ടേബിളിൽ തന്നെ നമ്മുടെ മുൻവശത്ത് വന്നിരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മൾ അവരും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മളൊരു ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബസ്സിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, പക്ഷെ അവരുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കൗം എന്ന് പറയാം. അതേസമയത്ത് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ടൂറിന് വേണ്ടി പോവാണ്. അങ്ങനെ പോകുമ്പോ ആ ബസ്സിലുള്ള ആളുകൾ തമ്മിൽ ബന്ധമുണ്ടാകും. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ ഉദ്ദേശം ഒന്നാണ്, നമ്മുടെ യാത്ര തുടങ്ങുന്നതും തീരുന്നതും ഒരേ സ്ഥലത്താണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഉമ്മത്ത് എന്ന് പറയാം. അപ്പോൾ ലോകത്തെമ്പാടും പരന്നു കിടക്കുന്ന പരസ്പര ബന്ധമില്ലാത്ത കുറെ മനുഷ്യന്മാരെന്ന അവസ്ഥ അല്ല വേണ്ടത്. എല്ലാവരും ഒരു ഉമ്മത്തായി തീരണം എന്നതാണ്. ബസ് സ്റ്റാൻഡില് മരുന്ന് വെക്കുന്ന ആൾക്കാർ ചില മാജിക് ഒക്കെ കാണിച്ചിട്ട് മരുന്ന് വെക്കുമ്പോ കുറെ ആളുകളും വന്നു കൂടി നിൽക്കും, കുറെ ആളുകൾ മരുന്ന് വാങ്ങും, കുറെ ആൾ വാങ്ങൂല, തിരിച്ചു പോകും. ഇതുപോലെ വെള്ളിയാഴ്ചകളിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുന്നു, എന്നിട്ടങ്ങനെ പിരിഞ്ഞു പോകും, തമ്മിലൊരു ബന്ധവുമില്ല. ഇങ്ങനെയല്ല വേണ്ടത്. മരുന്ന് കച്ചവടക്കാരന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ പോലെയല്ല ഒരു നാട്ടിലെ മുഅ്മിനീങ്ങൾ പള്ളിയിൽ കൂടേണ്ടത്. നമ്മൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാവുക. ഓരോ ജമാഅത്തും വരുമ്പോഴും ഓരോ ജുമുഅക്ക് വരുമ്പോഴും പരസ്പര ബന്ധമുള്ള ഒരു ഉമ്മത്തായി തീരുക. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അത് അള്ളാഹു നിശ്ചയിച്ച ഡ്യൂട്ടിയാണ്. അത് നന്മയിലേക്ക് ക്ഷണിക്കുക, ഖൈറിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഉമ്മത്തായി തീരണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിലെയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി ആ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മത്താകണമെങ്കിൽ അനേകായിരം ആളുകൾ വേണമെന്നില്ല. നിലപാടുള്ള ഒരാളുണ്ടെങ്കിൽ തന്നെ ഉമ്മത്താകും. നിലപാടുള്ള ഒരാളുണ്ടെങ്കിൽ തന്നെ ഉമ്മത്താകും. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. അല്ലാഹു തആല ഒരുപാട് ആയിരം ആളുകൾ അനുയായികളായി ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ചല്ല, ആ അവസ്ഥയെ സംബന്ധിച്ചുമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ നല്ല നിലപാടുള്ള, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണെങ്കിലും അതാണ് യഥാർത്ഥത്തിലുള്ള ഉമ്മത്ത്, അതാണ് വിജയിക്കുന്ന ഉമ്മത്ത്. ഇതേ അധ്യായം തന്നെ, സൂറത്ത് തന്നെ അല്പം മുന്നോട്ട് പോയാൽ വീണ്ടും ഈ കാര്യം പറയുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ. അല്ലേ, വിശ്വസിച്ചവരോടാണ് പറയുന്നത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായിട്ടുള്ള ഒരു ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഈമാനിനെ കുറിച്ച് പറയുന്നതിനെയും മുൻകടന്ന് പറയാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നത് എങ്ങനെയാണ്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്നാണ്.
നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ എന്നത് മുതലാണല്ലോ നമ്മൾ എണ്ണി തുടങ്ങാറുള്ളത്. അള്ളാഹു തആല പറയുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എന്ന് സൂറ ആല ഇംറാനിലെ 110-ാമത്തെ ആയത്തിൽ പറയുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് അഖീമുസ്സലാഹ് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ മുറപ്രകാരം നിങ്ങൾ വ്യവസ്ഥാപിതമായി നിലനിർത്തുക. നിങ്ങൾ സകാത്ത് നൽകുക. പരിശുദ്ധ ഖുർആനിൽ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പനയാണ് നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരിക്കുന്നവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ 5 കാര്യങ്ങൾ പറഞ്ഞു. ആ 5 കാര്യങ്ങളിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പ്രത്യേക നമ്പർ ഇട്ട് പറയാത്തത് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ ഷഹാദത്ത് എന്നതിന്റെ മുഖ്യമായ ഒരു ഘടകമാണത് എന്നതുകൊണ്ടാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ മതിയല്ലോ, നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മതി ഇസ്ലാം കാര്യത്തിൽ. പിന്നെ അത് സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ എന്ന് പറയേണ്ടതില്ല. സകാത്ത് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതിന്റെ ശതമാനവും അതിന്റെ ഇനങ്ങളും തരങ്ങളും വേറെ പറയേണ്ടതില്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മതി. ആ ഷഹാദത്തിന്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ള നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അത് അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അനുനിമിഷം നമ്മളിൽ നിന്നുണ്ടാകേണ്ടുന്ന ഒരു അമലാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായ ഹജ്ജ്, വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമാകുന്ന നോമ്പ്, ദിവസത്തിൽ 5 നേരം നിർബന്ധമാകുന്ന സ്വലാത്ത്, വർഷത്തിൽ ഒരിക്കൽ സാധാരണഗതിയിൽ ചിലപ്പോൾ അല്പം വ്യത്യാസത്തോടെ നിർബന്ധമാകുന്ന സകാത്ത്. എന്നാൽ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് നിർബന്ധമാകുന്ന കാര്യമാണ്. ആ കാര്യത്തിൽപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത്. നിങ്ങള് ജുമാ ഖുത്ബയൊക്കെ കഴിഞ്ഞ് അല്പസമയം ഉണ്ടാക്കിയിട്ട് സൂറ അൽ അഅറാഫ് അതിന്റെ പരിഭാഷ, പള്ളിയിലുണ്ട് ഒന്നിലധികം കോപ്പികൾ, ഇല്ലെങ്കിൽ നെറ്റിൽ നോക്കിയാൽ കിട്ടും. സൂറ അൽ അഅറാഫ് ഒന്ന് വായിക്കാം. അപ്പൊ അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നു. മുൻ സമുദായക്കാരായിരുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്തു? ശനിയാഴ്ച ദിവസം ഒരു നിയമം അവർക്ക് കൽപ്പിച്ചു. സാബത്ത് നാൾ, യൗമു സബത്ത്, ശനിയാഴ്ച. അത് അവരുടെ ജുമാ ദിവസമായിരുന്നു. അപ്പൊ അന്ന് നിങ്ങൾ മത്സ്യബന്ധനം നടത്തരുത് എന്ന് അവരോട് പറഞ്ഞു. മത്സ്യബന്ധനം ഉപജീവനമായി കാണുന്ന ഒരു കൂട്ടരോടാണ് പറയുന്നത്. അന്ന് നിങ്ങൾ മീൻ പിടിക്കരുത്. അപ്പൊ ആ കൽപ്പന കേട്ട ഉടനെ അവിടെ 3 വിഭാഗം ആളുകൾ ഉണ്ടായി. ഒരു വിഭാഗം ആളുകൾ മത്സ്യബന്ധനം നടത്തരുത് എന്ന കൽപ്പന പാലിച്ചു, മത്സ്യം പിടിക്കാൻ പോയില്ല. വേറെ ഒരു വിഭാഗം മത്സ്യബന്ധനം നടത്തരുതെന്ന കൽപ്പന ലംഘിച്ചു. വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും അവര് മത്സ്യബന്ധനത്തിനുള്ള നീക്കങ്ങൾ നടത്തി. മൂന്നാമതേതാണ് വിഭാഗം സ്വയം തന്നെ അല്ലാഹു തആല മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞത് അനുസരിക്കുകയും മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞത് അനുസരിക്കാത്ത ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്ത ആൾക്കാർ. ഒരു വിഭാഗം സ്വയം തന്നെ കൽപ്പന പാലിച്ചു, രണ്ടാമത്തെ വിഭാഗം കൽപ്പന ലംഘിച്ചു, മൂന്നാമത്തെ വിഭാഗം കൽപ്പന പാലിക്കുകയും അത് മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു.
ഇങ്ങനെ 3 വിഭാഗം ഉണ്ടായി. വിശദാംശങ്ങൾ നിങ്ങൾ ഖുർആനിലും അതിന്റെ തഫ്സീറിലൊക്കെ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 165-ാമത്തെ ആയത്തിൽ, 163, 64, 165 ആണ് ഈ ആയത്തുകൾ ആണ് നിങ്ങൾ വായിക്കേണ്ടത്. അല്ലാഹു പറയുകയാണ് അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, കുറ്റം ചെയ്ത ആളുകളെ അല്ലാഹു കുരങ്ങന്മാരാക്കി കളഞ്ഞു. രക്ഷപ്പെടുത്തിയത് ആരെയാണെന്ന് അറിയുമോ? അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, കുറ്റം ചെയ്യരുത് എന്ന് വിലക്കിയ ആളുകളെ നാം രക്ഷപ്പെടുത്തി. 3 വിഭാഗക്കാരിൽ ആരെയാണ് രക്ഷപ്പെടുത്തിയത്? കുറ്റം ചെയ്യാതെ മാറിയിരുന്ന ആളുകളെ അതിൽ പറഞ്ഞിട്ടില്ല. രക്ഷപ്പെടുത്തിയത് ഒരു വിഭാഗത്തെയാണ്. അല്ലദീന യൻഹൗന അനിസ്സൂ, വിലക്കിയ ആളുകളെ, കുറ്റം ചെയ്യരുത് എന്ന് വിലക്കിയ ആളുകളെയാണ് രക്ഷപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നന്മയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, അത് ചെയ്യാൻ ചുറ്റുപാടുള്ളവരോട് പറയണം. അല്ലാഹു ഒരു കാര്യം വിലക്കിയാൽ നമ്മൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ആ തിന്മ ചെയ്യുന്നവരോട് അരുത് എന്ന് പറയണം. അതാണ് യൻഹൗന അനിസ്സൂ, ചീത്ത ചെയ്യുന്നതിനെ തടഞ്ഞ ആളുകൾ, അവരെയാണ് രക്ഷപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് കാര്യം വ്യക്തമാകേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റആ മിൻകും മുൻകർ, നിങ്ങൾ ഒരു തിന്മ കണ്ടു, നിങ്ങളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾ ഒരാൾ ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളുടെ കൈകൊണ്ട് അത് തടയണം. യുഗയ്യിർ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിമറിക്കണം. ആ തിന്മയെ മാറ്റിയിട്ട് അവിടെ നന്മ സ്ഥാപിക്കണം. അതാണ് പദപ്രയോഗം. നിങ്ങൾ ഒരാൾ ഒരു തിന്മ കണ്ടാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളുടെ കൈകൊണ്ട് ആ തിന്മയെ നിങ്ങൾ മാറ്റി അതിനെ ഒഴിവാക്കണം, അതിനെ തടയണം. ചിലപ്പോ അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാവുകയില്ല, അതിനുള്ള അധികാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല, അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിലോ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ആ തിന്മയെ തടയണം. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ആ തിന്മയെ തടയണം. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിനും നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആ തിന്മയെ വെറുക്കണം. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയാണ്. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനോട് ആ തിന്മയെ എതിർക്കണമെന്ന ഒരു ത്വര നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ പിന്നെ ഈമാനില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ തടുക്കണം. കൈകൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. നാവ് കൊണ്ടും കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ആവാം, നിങ്ങൾ തടവറയിലാവാം, ശബ്ദിക്കാൻ അവസരം നൽകാതെ നിങ്ങളെ അവർ കീഴ്പ്പെടുത്താം. തിന്മയുടെ വക്താക്കൾ നിങ്ങൾക്ക് ഒരു ശബ്ദം വരിയാടാൻ പോലും സാധ്യമല്ലാത്ത വിധം നിങ്ങളെ തുറുങ്കിലിടാം. അപ്പൊ പിന്നെ വേറെ മാർഗമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് വെറുക്കുക എന്നതാണ്. അതും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈമാനില്ല എന്നാണ്. ഇതേ കാര്യം പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, കാലം അതിന് സാക്ഷിയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ട് സബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കാത്ത ആളുകൾ,
തിന്മകളോട് രാജിയാകുന്ന ആളുകൾ, തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന ആളുകൾ, ചുറ്റുപാടും അന്ധകാരം വന്ന് നിറയുമ്പോ അതിന്റെ ഭാഗമായി ചുരുണ്ടുകൂടുന്ന ആളുകൾ നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത് തിന്മയല്ല, കൊടുംഭീകരമായ തിന്മയാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്. അദ്ലം ചെറിയ തിന്മയോ ചെറിയ അക്രമമോ ചെറിയ ദുൽമോ അല്ല, കൊടുംഭീകരതയാണ്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ആളുകളെ തടയുന്നു, അവിടുത്തെ ദിക്ർ മുടക്കുന്നു, അതുതന്നെയും നാശത്തിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള വലിയ തിന്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെടുക്കുകയാണ്? നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ അത് തടയണം. അതിനൊരു പക്ഷേ നമ്മുടെ ചുറ്റുപാട് സാഹചര്യമില്ലെങ്കിൽ നാം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, മുദ്രാവാക്യം വിളിക്കുക. അതിനാണല്ലോ നാവ് തന്നത്. ശക്തിയുക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക. നിങ്ങളുടെ നാവ് അടക്കി വെക്കരുത്, അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. തിന്മ എന്ന് പറഞ്ഞാൽ എന്ത് തിന്മയാണ്? ഏറ്റവും വലിയ ദുൽമ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ശിർക്ക്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനങ്ങളിൽ ശിർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഇവിടെ ജുമാ ഖുത്ബ നടത്തുമ്പോ അവിടെ ശിർക്ക് നടക്കുകയാണ്. ഗ്യാൻവാപ്പി മസ്ജിദിൽ, ഡൽഹിയിലെ മറ്റൊരു പള്ളി പൊളിച്ചു കളഞ്ഞു, ആരും അറിഞ്ഞിട്ടല്ല. ബാബരി മസ്ജിദിന്റെ ഷഹാദത്തിന്റെ നേരത്ത് ആ കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തിയ ആളുകളോട് പല ആളുകളും പറഞ്ഞു, നിങ്ങൾ അതൊന്ന് വിട്ടുകൊടുത്തേക്ക്, അത് വിട്ടുകൊടുത്തേക്ക്, അതിൽ പിടിച്ചു തൂങ്ങണ്ട, അത് ഒഴിവാക്കി കൊടുത്തേക്ക്. അവർ കരുതിയത് എങ്കിൽ പിന്നെ മൊത്തം മുസ്ലിം സമൂഹം നിർഭയത്വമുള്ള ഒരു നല്ല നാടിലേക്ക് പ്രവേശിക്കുമെന്നാണ്. ഒന്നങ്ങ് വിട്ടുകൊടുത്തേക്ക്. അങ്ങനെ ഒന്ന് വിട്ടുകൊടുത്ത് ബാക്കിയുള്ളതിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഒരു വലിയ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ തുഴയല്ലേ, അതിൽ പോയി കടിച്ചു തൂങ്ങണ്ട എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുമോ? 3000-ഓ 30,000-ഓ പള്ളികളുടെ ലിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. അതേ രാജ്യം കാണുന്ന ഏറ്റവും വലിയ ദുൽമാണ്. മിണ്ടാതിരിക്കുവാനുള്ള അവകാശം ഇല്ല മുഅ്മിനീങ്ങൾ. അള്ളാഹുവിന്റെ ഭവനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നു, അവിടങ്ങളിൽ ശിർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ലേക്കും 4-ലേക്കും അവരുടെ കൈകൾ നീളുമ്പോ മുസ്ലിം ഉമ്മത്ത് എന്തെടുക്കുകയാണ്? മുസ്ലിം ഉമ്മത്ത് പരസ്പരം മത്സരിക്കുകയാണോ ചെയ്യുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുകളിൽ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. നിങ്ങൾ മൂപ്പിളവ തർക്കത്തിലാണോ? ആരാണ് മൂത്തത്? ആരാണ് ആദ്യം ഉണ്ടായത്? ആരാണ് കൂടുതൽ ചെയ്യുന്നത്? ആരാണ് മുന്തിയ ഇനം? ഈ തർക്കത്തിലാണോ നിങ്ങൾ ഉള്ളത്? കടുത്ത ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് കൈകൊണ്ട് സാധ്യമെങ്കിൽ അങ്ങനെ, അതിന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ഇപ്പോഴും പറയപ്പെടുന്നു. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവസാനിച്ചിട്ടില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന് ഇപ്പോഴും പറയപ്പെടുന്നു. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവസാനിച്ചു തീർന്നിട്ടില്ല. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിനെ പേരിന് പോലും ഒരു ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അതിനു മുമ്പ് ഉണ്ടണം, അതിനു മുമ്പ് സംസാരിക്കണം, അതിനു മുമ്പ് ഉറക്കെ ശബ്ദിക്കണം, അതിനു മുമ്പ് പ്രാർത്ഥിക്കണം, അതിനു മുമ്പ് മുദ്രാവാക്യം മുഴക്കണം, അതിനു മുമ്പ്
ആവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹുവിന്റെ മസ്ജിദുകൾക്ക് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി, അവന്റെ ദീനിന്റെ ഷാനുകൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വ്യത്യസ്ത മതവിഭാഗക്കാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, വ്യത്യസ്ത പാർട്ടികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, വിവിധ രീതിയിൽ ചിന്തിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തോടെ, ഒരേ ഒരു ലക്ഷ്യത്തോടെ, അതിലെല്ലാ മതവിഭാഗക്കാരും ഉണ്ടാകാം, എല്ലാ മതസംഘടനക്കാരും ഉണ്ടാകാം. ഒരു മഹാദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അരുത് എന്ന് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.